ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായിട്ടുള്ള ഗ്രീൻലാൻഡിനെ ചൊല്ലി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം, ആ തർക്കം ഇങ്ങനെ രൂക്ഷമാവുകയാണ്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡെൻമാർക്കിന്റെ പരമാധികാരത്തെ സംരക്ഷിക്കുവാൻ യൂറോപ്യൻ സഖ്യകക്ഷികൾ സൈനികമായിട്ട് ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബ്രിട്ടൻ, നെതർലൻഡ്സ്, ഫിൻലാൻഡ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക സംഘങ്ങൾ ഗ്രീൻലാൻഡിൽ എത്തിക്കഴിഞ്ഞു. മേഖലയിലെ അമേരിക്കൻ സ്വാധീനം തടയുകയാണ് ഇവരുടെ ലക്ഷ്യം. മാത്രമല്ല, ഗ്രീൻലാൻഡ് ഭൂമിയിൽ ആരെങ്കിലും അതിക്രമിച്ചു കയറിയാൽ മുൻകൂർ അനുമതി കൂടാതെ തന്നെ വെടിയുതിർക്കാനാണ് ഡെൻമാർക്ക് തങ്ങളുടെ സൈനികർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഏതെങ്കിലും തരത്തിൽ അതിക്രമിച്ചു കയറാൻ ട്രംപ് മുതിർന്നാൽ ട്രംപിനെ ബോംബിട്ട് തകർക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, കാണുന്ന മാത്രയിൽ തന്നെ വെടിവെക്കുവാനുമുള്ള നിർദ്ദേശം ഡെൻമാർക്ക് നൽകിയിട്ടുണ്ട് സൈനികർക്ക്. ഗ്രീൻലാൻഡ് കൈമാറാൻ വിസമ്മതിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ കനത്ത ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപിന്റെ ഭീഷണി ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഗ്രീൻലാൻഡിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യവും പ്രകൃതി വിഭവങ്ങളുമാണ് ട്രംപിനെ ഈ നീക്കത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് തങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്നും വിൽപ്പനയ്ക്കുള്ളത് അല്ല എന്നും ഡെൻമാർക്കിന്റെ നിലപാട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് മടങ്ങിപ്പൊയ്ക്കോ ട്രംപെ എന്നുള്ളതാണ് ഡെൻമാർക്കിന്റെ നിലപാടെന്ന് പറഞ്ഞത്. ഇല്ല എന്നുണ്ടെങ്കിൽ പള്ളയിൽ കത്തികയറ്റുമെന്ന് പറയപ്പെടുന്നത് പോലെ അമേരിക്കയിൽ ബോംബ് വർഷം നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.